Hi, my dear students. Welcome to Bosco Campus Vision. This is Asha SP from PG Department of Commerce. We are dealing with the next lecture of income tax law and practice, assessment of firm. So the last class we have discussed about how will you compute book profit or the computation of book profit. Today we are going to deal with the balance session of that particular part. നമുക്കറിയാം ടോട്ടൽ ഇൻകം ഓഫ് ദി ഫേം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വി ഹാവ് ടു ഇമ്പോർട്ടൻറ്റ് പോർഷൻസ്. അതിൽ ഫസ്റ്റ് പോർഷൻ ആണ് നമ്മൾ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിന് സെക്കൻഡ് പോർഷൻ ആണ് എന്താണ് നമ്മൾ ടോട്ടൽ ഇൻകം ഓഫ് ദി ഫേം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇൻകം ഫ്രം ബിസിനസ് അല്ലെങ്കിൽ ഇൻകം ഫ്രം ഫേം കണ്ടുപിടിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇൻകം ഫ്രം ഫേം കണ്ടുപിടിക്കുന്നതാണ് നോക്കുന്നത്. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് ദിസ് ചാപ്റ്റർ. സോ നമുക്ക് ബുക്ക് പ്രോഫിറ്റ് കിട്ടി. ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ഡിസലൗഡ് എക്സ്പെൻസസ്, then remuneration to partners, then interest on loan or interest on capital in excess of 12% ആണ് നമ്മളുടെ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ നെറ്റ് പ്രോഫിറ്റിനോട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് എപ്പോഴാണ്? 184 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഈ ഫോർമാറ്റിൽ പ്രോബ്ലം ചെയ്യുന്നത്. ദെൻ ഇനി നെക്സ്റ്റ് സെഷൻ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഒരു പ്രോബ്ലം കിട്ടിയാൽ അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 184 ഞാൻ പറഞ്ഞു എപ്പോഴും ഫേം 184 സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് നല്ലത്. വൈ? ദ ആൻസർ ഇസ് ഹിയർ. ഇവിടെ 184 സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് നമുക്കൊരു പെർട്ടിക്കുലർ ഐറ്റം ലെസ് ചെയ്യാം. റെമ്യൂണറേഷൻ അലൗവബിൾ അണ്ടർ സെക്ഷൻ 40B. Under section 40 subsection B, small b ആണ്. Remuneration allowable under section 40 subsection B. ഇതിൽ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് വരെ ഫേമിന് അവരുടെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന വർക്കിംഗ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ലെസ് ചെയ്യാം. ഇതിൽ നിന്നും ബുക്ക് പ്രോഫിറ്റിൽ നിന്ന്. അപ്പോൾ ആ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇവിടെ ഞാനൊരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്, കാരണം ഈ എമൗണ്ട് നമ്മൾ ഇവിടെ ഈ ഒരുത്തരെയും പോർഷനിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ റെമ്യൂണറേഷൻ അലൗവബിൾ അണ്ടർ സെക്ഷൻ 40 സബ്സെക്ഷൻ ബി നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. ഫസ്റ്റ് വൺ ഇസ് ആക്ച്വൽ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. ഇപ്പൊ സാലറി, ഒരു കാര്യം ശ്രദ്ധിക്കുക, ആക്ച്വൽ റെമ്യൂണറേഷൻ വിച്ച് ഇസ് ഗിവൺ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും A, B and C are partners but A and B are working partners and C is a sleeping partner എന്ന്. അങ്ങനാണെങ്കിൽ ഇവിടെ സിയുടെ റെമ്യൂണറേഷൻ ആഡ് ചെയ്യേണ്ടതില്ല. ഓൺലി A and B ആ രണ്ട് പേരും മാത്രമാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് പാർട്ട്നേഴ്സിന്റെ റെമ്യൂണറേഷൻ ആണ് ഡിഡക്ഷൻ കിട്ടുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ എഴുതുക? ഫസ്റ്റ് സ്റ്റെപ്പ്, ഇവിടെ രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലീസ് ലിസൺ കെയർഫുള്ളി. സോ ദി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്. ദാറ്റ് മീൻസ് വർക്കിംഗ് പാർട്ട്നേഴ്സിന്റെ റെമ്യൂണറേഷൻ, സാലറി, ബോണസ്, കമ്മീഷൻ, അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ നമ്മൾ ആഡ് ചെയ്യുക. ഓർ ഇനി രണ്ടാമത്തെ പോർഷൻ ഓൺ ഫസ്റ്റ് ₹3 lakh ഓഫ് ബുക്ക് പ്രോഫിറ്റ്. അതായത് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന ബുക്ക് പ്രോഫിറ്റ് 5 lakh ആണെങ്കിൽ അതിന്റെ 3 lakhൻ്റെതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 5 lakh ഉണ്ടെങ്കിൽ ഫസ്റ്റ് 3 lakhന്റെ ട്രീറ്റ്മെന്റ് ആണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇൻകത്തിന്റെ ബേസ് അല്ലെങ്കിൽ ബുക്ക് പ്രോഫിറ്റിന്റെ ബേസിലാണ് നമ്മൾ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ₹3 lakh ഓഫ് ബുക്ക് പ്രോഫിറ്റ്. ഓൺ ദ കേസ് ഓഫ് ലോസ്, ഇവിടെ ലോസ് വരുവാണെന്നുണ്ടെങ്കിൽ 1,50,000 ഇത് കറക്റ്റ് ഒരു എമൗണ്ട് ആണ്, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആണ്. ഓർ 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് വിച്ച് എവർ ഇസ് മോർ. 1,50,000 or 90% of book profit whichever is more. Are you clear? അപ്പൊ ഇതില് രണ്ടിലും ഏതാണോ വലുത് അത് പ്ലസ്. ഇവിടെ രണ്ടിലും ഏതാണോ വലുത് അത് പ്ലസ്. ഇനി ഇവിടെ 5 lakh ഉണ്ടെന്ന് വിചാരിച്ചോ, ബാലൻസ് 2 lakh ഇല്ലേ? ഓൺ ദ ബാലൻസ് ഓഫ് ബുക്ക് പ്രോഫിറ്റ് ആ 2 lakhന്റെ 60% ഓഫ് ബുക്ക് പ്രോഫിറ്റ് ഈ രണ്ട് എയും ബിയും തമ്മിൽ നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ ഇത് രണ്ടും അല്ല, ഇതും കൂടെ നോക്കിയിട്ട് ഏതാണോ വലുത് അതും, ഇപ്പൊ ഇതാണെന്ന് വിചാരിച്ചോ, നമ്മൾ വെറുതെ ഇതാണെന്ന് വിചാരിക്കുക, പ്ലസ് ബാലൻസ് ഓഫ് ബുക്ക് പ്രോഫിറ്റ് അതിന് 60%, അത് രണ്ടും കൂടെ ആ ബുക്ക് പ്രോഫിറ്റിന്റെ 60%, അതായത് ഇവിടെ 2 lakh ആണെന്നിരിക്കട്ടെ, ആ 2 lakhന്റെ 60% നമ്മൾ ആഡ് ചെയ്യുമ്പോൾ
കിട്ടുമ്പോൾ അത് 1,50,000 കൂടെ നമ്മൾ ആഡ് ചെയ്യാം. അപ്പൊ നമുക്കൊരു എമൗണ്ട് കിട്ടും. Then actual remuneration നമ്മൾ ഇവിടെ ഒരു എമൗണ്ട് ആഡ് ചെയ്ത് വെച്ചിട്ടില്ലേ, or അതായത് 1 or 2 whichever is less is the limit remuneration allowable under section 40B. രണ്ടും കൂടെ തിരിഞ്ഞു പോവരുത്. ഇവിടെ വരുമ്പോൾ whichever is more ആണ്, അതായത് 1,50,000 or 90% of book profit whichever is more വരേണ്ടടുത്ത് അവിടെ whichever is more ആണ് പ്ലസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തതിന് ശേഷം actual remuneration or second step whichever is less is the remuneration allowable under section 40B. അപ്പോൾ ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് ഈ പർട്ടിക്കുലർ എമൗണ്ട് ലെസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഇൻകം, ഫേമിന്റെ ഇൻകമോ അല്ലെങ്കിൽ ബിസിനസ് ഇൻകമോ നമുക്ക് കിട്ടുന്നത്. ഇനി ബിസിനസ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ, ഇല്ലെങ്കിൽ ഇനി ടോട്ടൽ ഇൻകം ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യും, ഏതെങ്കിലും ഹെഡ് ഓഫ് ഇൻകം തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫേമിന്റെ ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടും. Are you clear? അപ്പോൾ ഈ പോർഷൻ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തെങ്കിൽ മാത്രമേ മനസ്സിലാകൂ. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. And that's all about today's session. This is Asha SP signing off from Bosco Campus Station.